ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡാവിൻസി റിസോൾവ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചും പിന്നെ അതിൽ ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ്ങിനെ കുറിച്ചുമാണ്. ബ്ലാക്ക് മാജിക് ഡിസൈൻസ് എന്ന ഒരു വെബ്സൈറ്റാണിത്. ഇവരാണ് നമുക്ക് ഡാവിൻസി റിസോൾവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഹോളിവുഡിൽ സിനിമകൾ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഡാവിൻസി റിസോൾവ്. ഇത് അവരുടെ വെബ്സൈറ്റാണ്. അവരുടെ ലേറ്റസ്റ്റ് വേർഷൻ 19 ആണ്. അതിപ്പോൾ ബീറ്റ വേർഷനിലാണ് കിടക്കുന്നത്. 18.6 ഉണ്ട്, അത് നമുക്ക് സ്റ്റേബിൾ വേർഷനാണ്. പിന്നെ ഇതാണ് ഇവരുടെ വെബ്സൈറ്റ്. ഇതിനകത്ത് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ ലിങ്ക് എൻ്റെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും, അത് നോക്കുക. ഇതിലിങ്ങനെ താഴോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഡാവിൻസി റിസോൾവ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 സോഫ്റ്റ്വെയർ ഉണ്ട്. ഒന്ന് ഡാവിൻസി റിസോൾവ്, അത് നമുക്ക് 4K എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, അത് ഫ്രീ ആണ്. ഇനി ഡാവിൻസി റിസോൾവ് സ്റ്റുഡിയോ ഉണ്ട്, അത് $295 ആണ് വാങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് പക്ഷേ നോർമലി എഡിറ്റ് ചെയ്യുന്ന നമുക്കൊന്നും ഇതിൻ്റെ ആവശ്യം വരാറില്ല. ഈ ഫ്രീ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞാൽ അതിനകത്ത് പബ്ലിക് ബീറ്റയാണ് റിസോൾവിൻ്റെ 19. അതിൽ തന്നെ 2 ഉണ്ട്, സ്റ്റുഡിയോ വെർഷനും ഉണ്ട്, ഇത് പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. പിന്നെ ഡാവിൻസി റിസോൾവ് 18.6 ഉണ്ട്. ഇത് സ്റ്റേബിൾ വെർഷനാണ്. നമുക്ക് വേണമെങ്കിൽ ഇതും ട്രൈ ചെയ്യാം, 19 ട്രൈ ചെയ്യാം. ഞാൻ 18.6 ആണ് ഉപയോഗിച്ചുകൊണ്ടുവന്നത്, ഞാൻ 19 ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാക് ഓയസും ഉണ്ട്, വിൻഡോസിനുണ്ട്, ലിനക്സിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പം ഞാൻ വിൻഡോസിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്, ഇപ്പോൾ വിൻഡോസ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഡാവിൻസി റിസോൾവ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇതാണ്. ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ എക്സിസ്റ്റിംഗ് നമ്മൾ ചെയ്തുകൊണ്ടുള്ള പ്രോജക്റ്റ് സേവ് ചെയ്തതാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങണമെങ്കിൽ ഓട്ടോമാറ്റിക് പുതിയ പ്രോജക്റ്റിലേക്ക് കിടക്കുക. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ കൊടുത്താൽ മതി. ഇങ്ങനെ ഓപ്പൺ കൊടുക്കുമ്പോൾ ഇൻ്റർഫേസ് ഇതാണ് വരിക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ, അതായത് ഈ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്, അതെടുക്കുക. അതെടുത്തതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം മാറ്റുക. അതായത് നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡാണ് നമുക്ക് വീഡിയോ ഫുൾ HD ഒക്കെ ചെയ്യേണ്ടതെങ്കിൽ ആദ്യമേ തന്നെ ഇവിടെ 60 FPS കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ ഫുൾ HDയിൽ 60 FPS ഓടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 FPS സെലക്ട് ചെയ്ത് ഇവിടെ സേവ് കൊടുക്കുക. എന്നതിന് ശേഷം വേണം വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതിനകത്ത് എങ്ങനെ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യണം, എങ്ങനെ അത് എഡിറ്റ് ചെയ്യണം, പിന്നെ അതിനകത്തുള്ള ചെറിയ ചെറിയ സെറ്റിങ്സുകളും ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം ഡാവിൻസി റിസോൾവ് എന്ന സോഫ്റ്റ്വെയർ തുറന്നു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതിനകത്ത് നമുക്ക് വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ ഈ വീഡിയോസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ആ വീഡിയോയിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുക. ഈ മീഡിയ പൂൾ എന്ന് പറയും. ഇതിനകത്ത് ഈ മീഡിയ എന്ന് പറയുന്ന ടാബിനകത്ത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് മീഡിയ കൊടുക്കാം. അല്ലെങ്കിൽ കട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഇതേപോലെ ഇമ്പോർട്ട് മീഡിയ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എഡിറ്റ് പേജിനകത്ത് തന്നെ നമുക്ക് ഇമ്പോർട്ട് മീഡിയ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എഡിറ്റിൽ തന്നെ കൊടുത്തു. എനിക്ക് 2-3 വീഡിയോ ഒരുമിച്ച് ക്ലിപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 2-3 വീഡിയോയുടെ ആവശ്യം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് മീഡിയ കൊടുക്കണം. എനിക്കിപ്പോൾ വേണ്ട വീഡിയോ ഇതാണ്. ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഇവിടെ ആ വീഡിയോ വരും. ഞാനിതിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ വ്യൂവറിനകത്ത് കാണിച്ച് തരും. ഇപ്പം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സ്റ്റോപ്പ് ചെയ്യാം. അല്ല, ഫസ്റ്റ് ഫ്രെയിമിൽ പോകണേ അങ്ങനെ പോവാം. ലാസ്റ്റ് ഫ്രെയിം
ഇത് ലൂപ്പിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതാ നമ്മൾ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ ഇത് വെൽക്കം ടു പോസ് ആവും. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഒരു വീഡിയോയിൽ നമ്മളൊരു ഭാഗമാണ് നമുക്ക് എടുക്കേണ്ടത് വെച്ചു. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ഡ്രാഗ് ചെയ്തിട്ട് ഹലോ ഫ്രണ്ട്സ്, എനിക്കിതിനെ തൊട്ട് മുമ്പത്തെ തൊട്ട് എടുക്കണം. അപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഐ ഞെക്കുക. അപ്പോൾ ഇന്ന് ഇവിടെ വേണമെങ്കിലും നമുക്ക് ഓപ്ഷൻ കൊടുക്കാം, മാർക്ക് ഇന്ന് കൊടുക്കാം. ഇവിടെ മാർക്ക് ഔട്ട്. ഇപ്പോൾ ഞാനിവിടെ ഇന്ന് കൊടുത്തു, ഐ ഞെക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് വീഡിയോയുടെ ലാസ്റ്റ് എനിക്കിപ്പോൾ എനിക്ക് ഇതുവരെ വന്നിന്ന് വെച്ചു. അപ്പം ഞാൻ ഓ കൊടുക്കും. അപ്പോൾ ഇന്നും ഔട്ടും പകരം വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഇവിടെ മാർക്ക് ഇന്നും മാർക്ക് ഔട്ടും. എന്നിട്ട് F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് വീഡിയോ ഇടാം. അല്ലെങ്കിൽ ജസ്റ്റ് സിംപ്ലി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വരും. നമ്മൾ ഏത് പോർഷനാണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ പോർഷൻ മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇടാൻ പറ്റും. ഇതാ ഇവിടെ ഈ വീഡിയോ വന്നിട്ടുണ്ട്. ഇത് വീഡിയോയുടെ സെറ്റിങ്സ് ഇതിനകത്ത് അറിയാൻ പറ്റും. ഇത് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ട്രാക്ക് സെലക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസേബിൾ ചെയ്യാൻ പറ്റും ട്രാക്ക്. ഇനി ഇവിടെ ഓഡിയോ ഇടാം. നമ്മളെ വീഡിയോയ്ക്കകത്ത് ഓഡിയോ ആണ് ഈ കാണുന്നത്. ഇവിടെ ഞാൻ മാർക്കർ വെച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതിൽ നമുക്ക് ഇവിടെ കാണിക്കുന്ന നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ ട്രാക്ക് ഇവിടെ കിടപ്പുണ്ട്. ഇതിനെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും. ഇത് വലുതാക്കാം, ഇത് ചെറുതാക്കാം. ഉണ്ടാകും നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇത് സെലക്ട് ചെയ്യാനുള്ള ടൂളാണ്. ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് കട്ട് ചെയ്യാൻ പറ്റും. ബ്ലേഡ് നമുക്ക് ഏത് പോർഷനോടെ കട്ട് ചെയ്യണമോ അതിവിടെ കട്ട് ചെയ്യാൻ സഹായിക്കും. ഞാൻ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. പിന്നെ എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ താഴത്തെ ഈ കൺട്രോൾ പാനൽ എൻ്റെ ടാസ്ക് ബാർ ഒന്നും കാണിക്കാൻ താല്പര്യമില്ലെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അതിൻ്റെ പാനലുണ്ട്. ഇവിടെ ഈ സൈഡിൽ പാനലുണ്ട്, ഇൻസ്പെക്ടർ പാനൽ എന്ന് പറയും. ഈ വീഡിയോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇൻസ്പെക്ടർ പാനലിനകത്ത് വീഡിയോ ഓപ്ഷൻസ് ഉണ്ട്, ഓഡിയോ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്നും ഇപ്പോൾ വർക്കിങ്ങിലല്ല. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. നമ്മൾ ഏതെങ്കിലും എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ, ട്രാൻസിഷൻ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആയി വരും. അതായത് നമുക്ക് അപ്പോഴാണ് ഇതിൽ ഓപ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഈ ട്രാൻസ്ഫോമിൻ്റെ നോക്കൂ, സൂം എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഞാൻ സൂം എക്സ് ആക്സിസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും സൈഡ് വൈസ് നമുക്ക് തിരിക്കാൻ പറ്റും. സൈഡ് വൈസ് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. കണ്ടോ? എനിക്കിപ്പോൾ ഈ പാനല് ഇത് കാണണ്ട, എനിക്ക് ഇത്രയും സൂം ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ വീഡിയോ സോഫ്റ്റിൻ്റെ ഒരു PC എൻ്റെ ടാസ്ക് ബാർ കാണില്ല. അതായത് ഇതിനെ സൂം ചെയ്തു നമ്മൾ. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓഡിയോയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓഡിയോ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഇപ്പോൾ എൻ്റെ ഓഡിയോ കൂട്ടാൻ വേണ്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നമുക്ക് ചെയ്യാം. അതല്ലാതെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ വോളിയം കൂടി. കണ്ടോ? ഇത് കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. 0 ആണ് കിടക്കുന്നുണ്ട. ഇനി നമുക്ക് കൂടിയത് നമുക്ക് വേണ്ട. ഇത് നമുക്ക് പഴയ സെറ്റിങ്സ് അറിയില്ല. ഇവിടെ എല്ലായിടത്തും ഇത് ഇങ്ങനൊരു റീഡു ഓപ്ഷൻ പോലെ കിടപ്പുണ്ട്. അൺഡു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ വോളിയം നമുക്കിപ്പോൾ പഴയ പോലെ ആക്കണം. ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ എങ്ങനെയാണോ കിടന്നത് അതുപോലെ. ഇതിനകത്ത് 2-3 സെറ്റിങ്സ് നമ്മൾ മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം മാറ്റാൻ വേണ്ടി ഇത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ മാറ്റവും പഴയ പോലെ ഡീഫോൾട്ടായിട്ട് വരും. ഇനി എനിക്ക് ഇവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. എനിക്കൊരു 2 ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഓഡിയോ കൂട്ടാൻ വേണ്ടിയിട്ട്. ഈ മാനേജർ എന്ന ടൂളാണ്.
ഇത് അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇവിടെ എനിക്ക് ഇവിടെ അത് കട്ട് ചെയ്യണം. ഇതാ ഞാൻ ഈ കട്ട് ചെയ്യാനുള്ള ടൂൾ എടുത്തു. എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്തു. ഇവിടെ നിന്ന് എനിക്ക് കട്ട് ചെയ്യണം. കട്ടായി. എന്നിട്ട് സെലക്ട് ടൂൾ എടുക്കുക. അപ്പോൾ ദേ ഇത് കട്ടായ പോർഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ദേ ഇത്രയും പോർഷൻ എനിക്ക് വേണ്ട. അതായത് നോക്കൂ, ഈ പോർഷനെ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ടൂൾ ബ്ലേഡ് ടൂൾ എടുത്തിട്ട് രണ്ട് സ്ഥലത്തും കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ബാക്കി പോർഷൻ ജോയിൻ ആയി. ഇനി നമ്മൾ ഇതെല്ലാം സെലക്ട് ചെയ്തു. ഇതിലിപ്പോൾ നമ്മൾ കണ്ടു ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ കുറച്ച് നോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഇതാ ഇതിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഫ്യൂഷൻ ഉണ്ട്, കളർ ഗ്രേഡിങ് ചെയ്യാൻ പറ്റും, ഫാർ ലൈറ്റ് ഉണ്ട്, ഡെലിവർ ഓപ്ഷൻ ഉണ്ട്. ഫാർ ലൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൽ നോക്കുമ്പോൾ എൻ്റെ ഈ വോയിസ് എല്ലാം അതിനകത്തുണ്ട്, എൻ്റെ ഓഡിയോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കൺട്രോൾ എ ഞെക്കിയിട്ട് എല്ലാം സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ എഫക്റ്റിൻ്റെ അവിടെ പ്ലസ് സൈനുള്ള ഈ എഫക്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ റിസ്റ്ററേഷൻ എന്ന് കൊടുത്തിട്ട് അതിനകത്ത് നോയ്സ് റിഡക്ഷൻ കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ ഒരു പാനൽ ഓപ്പൺ ആവും. ഇതിനകത്ത് നിങ്ങൾ കേട്ടു നോക്കും ഇതിലെ വോയിസ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നോയ്സ് ഉണ്ട് ശ്രദ്ധിച്ചാൽ. ഈ ഓട്ടോ സ്പീച്ച് മോഡ് കൊടുത്തിട്ട് ഒന്ന് നോക്കൂ. പരിചയപ്പെടുത്തുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഒരു PC മാനേജർ എന്ന ടൂളാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ നോയ്സ് ഡിലീറ്റ് ചെയ്തു. ഇനി തിരിച്ച് എഡിറ്റ് ഓപ്ഷനിൽ ചെല്ലുക. ഇപ്പോൾ എനിക്കിതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ കുറേ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ ഇങ്ങനെ ടൈറ്റിൽ ആഡ് ചെയ്യാൻ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് ടൈറ്റിലാണ്. ടൈറ്റിൽ സെലക്ട് ചെയ്തു. ഇതിനകത്ത് കുറേ ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ഇതൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ഒരെണ്ണം വേണം, ടെക്സ്റ്റാണ് വേണ്ടതെന്ന് വെച്ചു. ഞാൻ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. എനിക്കിപ്പോൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. ഈ വീഡിയോയ്ക്കകത്ത് അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനൊരു ടൈറ്റിൽ ഉണ്ട്, ഒരു ടെക്സ്റ്റിൻ്റെ അത് ഓപ്പൺ ആയി വരും. ടൈറ്റിൽ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ടൈപ്പ് ചെയ്യാണ് അവൈലബിൾ ഇൻ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ വിൻഡോസ് സ്റ്റോർ കൊടുക്കാം. വിൻഡോസ് സ്റ്റോർ. ഇവിടെ നമുക്ക് ഏത് ഫോണ്ടാണ് ഇതിൽ വേണ്ടത്. എന്താ ഇത് ഓരോന്ന് താഴോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമുക്ക് ഓരോ ഫോണ്ട് അവൈലബിൾ കാണിച്ചു തരും. ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ ഇതാണ് കൊടുത്തതെന്ന് വെച്ചു. ഇവിടെ ഫോണ്ടിൻ്റെ ഫേസ് റെഗുലർ ഉണ്ട്, ഇറ്റാലിക് ഉണ്ട്. എനിക്ക് റെഗുലർ മതി. എനിക്ക് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും കളർ ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കാം. ഇതാ ഇതിങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ കളർ ഇങ്ങനെ മാറി വരും. പിന്നെ കസ്റ്റം കളർ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനൊരു കളർ കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുക്കുക. സോ ഇപ്പോൾ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് സൈസ് വേണമെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഇത്ര കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ എനിക്ക് പറ്റും. എനിക്കിപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ അൺഡു ഓപ്ഷൻ കൊടുത്തത് നോർമലി എന്താണോ ഉണ്ടായിരുന്നത് അതുപോലെ ഡീഫോൾട്ടിലോട്ട് സെറ്റ് ആവും. ഇത് ഓക്കെയാണ്. പിന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ, പൊസിഷൻ, സൂം, ഓക്കെ, അതിൻ്റെ റൊട്ടേഷൻ, ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, ആപ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഈ സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ ഉണ്ട്, ടൈറ്റിലൂടെ തന്നെ സെറ്റിങ്സും ഉണ്ട്. സെറ്റിങ്സ് എടുത്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എനിക്ക് ഇവിടെ നിൽക്കുന്നത് കുറച്ച് മേളിലോട്ട് വയ്ക്കണമെന്നുണ്ട് ഉദാഹരണത്തിന്. അപ്പോൾ പൊസിഷൻ്റെ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് അത് വേണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യുക. വൈ ആക്സിന് മേളിലോട്ട് കൊണ്ടുപോകണം, താഴോട്ട് കൊണ്ടുപോകണം. ഇതെല്ലാം ഓപ്ഷനിൽ വർക്ക് ചെയ്യും.
ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇവിടെ എനിക്ക് വേറൊരു ഇത് സെർച്ച് ചെയ്യണമെന്ന് വെച്ചു. ഇതാ ഇവിടെ സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്കിപ്പം ജിറ്ററാണ് വേണ്ടത്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജിറ്റർ വരും. ഇതിനെടുത്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഇന്നത്തെ പറഞ്ഞു ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക. അത് കൊടുത്തു. കളർ ഓക്കെ. ഇത് വിൻഡോസിൻ്റെ തന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള ഈ ടൂളാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഡെലിവർ എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റിലോട്ട് പോവാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ ആവശ്യമുള്ളത് കൊടുത്തിട്ട്, അതായത് കസ്റ്റമായിട്ട് നമുക്ക് നെയിമൊക്കെ കൊടുത്ത് ചെയ്യാം. യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിൻ്റെ ഇത് കൊടുത്തൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടൈറ്റിൽ ഇതൊക്കെ കൊടുത്ത് ലൊക്കേഷനെ കൊടുത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എഡിറ്റ് പാനലിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഫയല് ക്വിക്ക് എക്സ്പോർട്ടിനകത്ത് നമുക്കിപ്പോൾ യൂട്യൂബിനകത്ത് ഇത് ഈ ഫോർമാറ്റ് മതിയെങ്കിൽ യൂട്യൂബ് എടുത്തിട്ട് അവിടെ എന്ത് ചെയ്യണം? എക്സ്പോർട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിപ്പോൾ എന്ത് കൊടുക്കാം? PC മാനുവൽ വീഡിയോയ്ക്ക് പേര് കൊടുത്തു, സേവ് കൊടുക്കുക. അപ്പോൾ ഇത് എക്സ്പോർട്ട് ആവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കാരണം പലരും കണ്ടിട്ട് പോകുമ്പോഴത്തേക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നില്ല. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.